താംബൂലം സബ്സ്ക്രൈബ് ചെയ്യൂ. അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും. അത്തം ചിത്തിര നക്ഷത്രം 2024 ജൂൺ മാസഫലത്തിൽ ഗുണങ്ങൾ എന്തെല്ലാം? കാര്യവിജയത്തിന് ചെയ്യേണ്ടത്. അത്തം ചിത്തിര നക്ഷത്രത്തിലുള്ളവർക്ക് കൊല്ലവർഷം 1199 ഇടവം അവസാന പകുതി, മിഥുനം ആദ്യ പകുതി ചേർന്നു വരുന്ന 2024 ജൂൺ മാസത്തിലെ ഫലങ്ങൾ. ഇടവമാസത്തിൽ സകല ഐശ്വര്യങ്ങളും നേട്ടങ്ങളും ലഭിക്കുന്ന സമയമായിരിക്കും. കുടുംബത്തിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ സന്താനങ്ങളുടെ ഇടപെടലിൽ രമ്യതയിലെത്തും. പുതിയ വിഷയങ്ങൾ തിരഞ്ഞെടുക്കും. അതിലേക്കാകും കൂടുതൽ ശ്രദ്ധ. യാത്രകൾ ലക്ഷ്യത്തിലെത്തും. നേട്ടമുണ്ടാകും. പല പ്രതിസന്ധികൾക്കും പരിഹാരം തേടി ചിലർ സമീപിക്കുന്നതിൽ അഭിമാനിക്കും. തമ്മിലിഷ്ടപ്പെടുന്നവർക്ക് അനുകൂല സമയമാണ്. നഷ്ടപ്പെട്ട ജീവിത പങ്കാളിയെ ലഭിക്കും. കുടുംബത്തിന്റെ പിന്തുണ ലഭിക്കും. തൊഴിൽ, വിദ്യാഭ്യാസം എന്നിവയിലും പുരോഗതി ദൃശ്യമാകും. മിഥുനമാസത്തിൽ സമയം അനുകൂലമായതിനാൽ വൈവാഹിക കാര്യങ്ങൾക്ക് മുൻഗണന നൽകുക. തെറ്റും ശരിയും മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ സാധിക്കും. തൻ്റെ തീരുമാനങ്ങൾ തെറ്റാണെന്ന് ചൂണ്ടിക്കാട്ടിയാൽ പോലും വിട്ടുവീഴ്ച കാണിക്കുകയില്ല. അതിൽ ഉറച്ചുനിന്ന് ശത്രുക്കളെ സൃഷ്ടിക്കും. പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ അനുകൂല സമയമാണ്. വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് സ്ഥാനക്കയറ്റം ലഭിക്കും. വ്യാപാരത്തിൽ ചെറിയ രീതിയിലുള്ള കഷ്ടനഷ്ടങ്ങൾ വന്നു ചേരും. അതിൽ ആശങ്കയുണ്ടാകും. ചിത്തിര നക്ഷത്രക്കാർക്ക് ഇടവം മാസത്തിൽ ചെയ്യുന്ന സംരംഭങ്ങളിൽ പങ്കാളിയെ കൂട്ടിയേക്കാം. എന്നാൽ പ്രതീക്ഷിച്ച നേട്ടങ്ങൾ ഉണ്ടാകണമെന്നില്ല. നിലനിൽക്കുന്ന പ്രതിസന്ധികളും കുടുംബ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുന്നത് മനസ്സുഖം നൽകും. സാമ്പത്തിക ബാധ്യതകൾ തീർക്കാൻ സാധിക്കും. വൈദ്യരംഗത്തുള്ളവർക്ക് ഉന്നത ബിരുദം കരസ്ഥമാക്കാനുള്ള അവസരമുണ്ടാകും. ദൈവിക കാര്യങ്ങളിൽ ചേർന്ന് പ്രവർത്തിക്കുന്നത് ഐശ്വര്യം വർദ്ധിപ്പിക്കും. മികച്ച അവസരങ്ങൾ വന്നുചേരും. പ്രയോജനപ്പെടുത്തുക. മിഥുനമാസത്തിൽ കൈവയ്ക്കുന്ന മേഖലകളിൽ നിന്ന് നല്ല രീതിയിലുള്ള വിജയമുണ്ടാകും. എന്നാൽ ചിലത് നിരാശപ്പെടുത്തും. പ്രതീക്ഷിക്കാത്ത മേഖലയിൽ നിന്ന് കൂടുതൽ ധനം ലഭിക്കും. ആത്മാർത്ഥ സുഹൃത്തുക്കൾ ശത്രുക്കളാകാൻ അവസരമുള്ള സമയമായതിനാൽ ഇടപഴകുമ്പോൾ വളരെ കരുതലെടുക്കുക. സമൂഹത്തിൽ പദവിയും പ്രശസ്തിയും ലഭിക്കും. വ്യാപാരത്തിലേക്ക് ആവശ്യമായ സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കും. ആരോഗ്യത്തിൽ ആശങ്ക നിലനിൽക്കും. പൂർവികരെ സ്മരിക്കുക. താംബൂലത്തിൽ അഭിലാഷ് പറയേരി. ഭക്തിയാണ് ശക്തി. താംബൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ? അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത്. ബെൽ ബട്ടൺ അമർത്തു. എല്ലാം ആദ്യം അറിയാം. ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താംബൂലം സബ്സ്ക്രൈബ് ചെയ്യൂ.